അങ്ങനെ ആ സസ്പെൻസ് തീർന്നു. ഐസക് ഇ ഡി പോരാട്ടത്തിൽ വി ഡി സതീശൻ പ്രതികരിച്ചിരിക്കുന്നു. പതിവ് പോലെ പണ്ഡിതോചിതം പ്രേമലേഖനം അയക്കുന്നത് പോലെയാണ് ഇ ഡി ഐസക്കിന് സമൻസ് കൊടുക്കുന്നത്. എങ്ങനുണ്ട് പഠിച്ച പ്രതികരണം? ജഗതി ശ്രീകുമാർ അവതരിപ്പിച്ച ഒരു കഥാപാത്രമുണ്ട്. കൊമ്പൻ മീശക്കാരനായ പോലീസ് ഇൻസ്പെക്ടർ. പക്ഷെ വാ തുറന്നാൽ കിളിമൊഴിയാണ്. അതുപോലെയാണ് വി ഡി സതീശന്റെ പഠനം. ഔട്ട്പുട്ട് പുറത്തു വരുമ്പോൾ ഇത് പറയാനാണോ ദാസപ്പ ഇത്രയും പഠിച്ചതെന്ന് ആരും സംശയിച്ചു പോകും. അതുകൊണ്ട് പ്രേമമൊക്കെ അവിടെ നിൽക്കട്ടെ. ഈ കേസിൽ സതീശന്റെ നിലപാടെന്താണ്? ആർക്കൊപ്പമാണ് അദ്ദേഹം? ഐസക്കിന്റെ വാദം ക്ലിയർ ആണ്. എല്ലാ നടപടിക്രമങ്ങളും പാലിച്ചാണ് മസാല ബോണ്ട് വാങ്ങിയതും ചിലവാക്കിയതും. പണം ചിലവിട്ടത് നാടിന്റെ അടിസ്ഥാന സൗകര്യ വികസനത്തിനാണ്. അണാപ്പൈ തെറ്റാതെ മുഴുവൻ കണക്കും റിസർവ് ബാങ്കിന് യഥാസമയം കൊടുത്തിട്ടുണ്ട്. അവർ ഇതുവരെ ഒരു ക്രമക്കേടും കണ്ടെത്തിയിട്ടില്ല. പിന്നെ ഇ ഡിക്ക് എന്താണ് കുത്തിക്കഴപ്പ്? അതാണ് ഈ കേസിന്റെ മർമ്മം. അതിന്മേലാണ് കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവ് നിലപാട് പറയേണ്ടത്. ആരുടെ പക്ഷത്താണ് താങ്കൾ? ഇ ഡിക്കൊപ്പമോ നാടിനൊപ്പമോ? മിസ്റ്റർ സതീശൻ, നിങ്ങൾ പ്രതിപക്ഷ നേതാവാണ്. ഓട്ടുവാ പോലും പഠിച്ചേ വിടൂ എന്ന് ശാഠ്യമുള്ള ആളാണ്. സോ കം ടു ദി പോയിന്റ്. ഈ കേസിൽ ഇ ഡി ആണോ ഐസക്കാണോ ശരി? ഐസക്കാണ് ശരിയെന്ന് ജനങ്ങൾക്കറിയാം. അതുകൊണ്ട് പത്തനംതിട്ടയിൽ ഇത്തവണ ഐസക്ക് തന്നെ.